കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ പ്രതിഷേധിക്കുന്ന SFI പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ച, തത്സമയ കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. ഗവർണറുടെ നടപടിക്കെതിരെയുള്ള വിമർശനം അവർ നേരത്തെ സംസാരിച്ച സംസ്ഥാന അധ്യക്ഷ, ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി അവർ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. അതിന് എതിരെയുള്ള പ്രതിഷേധമാണ് തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ആ പ്രവർത്തകരെല്ലാവരും അവിടെ നിന്ന് പോലീസ് എല്ലാവരെയും മാറ്റുകയാണ്. അവരെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഗവർണർ എത്തുന്നതിനും ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ SFIയുടെ പ്രതിഷേധം അവരാരംഭിച്ചു. ഏതാണ്ട് 2 മണിക്കൂർ മുൻപ് തന്നെ പ്രതിഷേധം ആരംഭിച്ചിരുന്നു. ആ പ്രതിഷേധക്കാരെ മുഴുവൻ അവിടെ നിന്ന് മാറ്റുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗവർണർ എത്തുമ്പോഴേക്കും അവിടെ ക്യാമ്പസിൽ ഒരു തരത്തിലും പ്രതിഷേധം ഉണ്ടാകാതിരിക്കുക എന്നുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സമീർ ബിൻ കരീം തുടരുന്നുണ്ട്. സമീർ, ഈ പ്രവർത്തകരെ മുഴുവൻ അവിടെ നിന്ന് മാറ്റി ഗവർണർ വരുമ്പോഴേക്കും സമാധാനപൂർണ്ണമായൊരു അന്തരീക്ഷം ഉണ്ടാക്കുക, അതാണോ പോലീസ് ലക്ഷ്യം വയ്ക്കുന്നത്? പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഗവർണർ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് അവരുടെ പ്രതിഷേധം. നേരത്തെ ഗവർണർ ഗോ ബാക്ക് എന്ന് എഴുതി വച്ചിട്ടുള്ള ബാനറുകളൊക്കെ ക്യാമ്പസിന് മുൻപിൽ SFI പ്രവർത്തകർ വച്ചിട്ടുണ്ടായിരുന്നു. അതിനെതിരെയൊക്കെയുള്ള പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ആ ബാനറുകൾ നീക്കം ചെയ്യാത്തത് എന്ന ചോദ്യമൊക്കെ BJPയുടെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ക്യാമ്പസിനുള്ളിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ ബലം പ്രയോഗിച്ച് പോലീസ് നീക്കം ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. 6 മണിക്ക് ശേഷമാണ് ഗവർണർ അങ്ങോട്ടേക്ക് എത്തുന്നത്. ഗവർണർക്ക് നാളെ ഒരു വിവാഹ ചടങ്ങുണ്ട്. അതിനുശേഷം തൊട്ടടുത്ത ദിവസമാണ് ഒരു സെമിനാറിൽ അദ്ദേഹം പങ്കെടുക്കുന്നത്. ഇത്രയും ദിവസവും താൻ താമസിക്കാൻ പോകുന്നത് കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിലായിരിക്കും. ഒരു തരത്തിലുമുള്ള ഭീഷണിയും വിലപ്പോകില്ല എന്നുള്ളതും ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട്. തൻ്റെ വാഹനം തടയാൻ വാഹനത്തിനടുത്തേക്ക് എത്തിയാൽ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുമെന്ന വെല്ലുവിളിയും ഗവർണർ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. സമീർ, കേൾക്കാമോ? പറയൂ. ഇടന്നുകൊണ്ട് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പോലീസ് അവരെ അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിനെ തടയുന്ന പ്രവർത്തകർ അവിടെ കിടന്ന് പ്രതിഷേധിക്കുകയാണ്. ബലം പ്രയോഗിച്ച് മാറ്റാൻ പോലീസ് ശ്രമിക്കുന്നു, അതിനെ ചെറുക്കുകയാണ്. ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പോലീസ് പ്രവർത്തകരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പ്രവർത്തകർ തയ്യാറായില്ല. ഈ ഗസ്റ്റ് ഹൗസിന് മുന്നിൽ തന്നെ പ്രവർത്തകർ നിലയുറപ്പിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പോലീസ് നേരത്തെ തന്നെ തയ്യാറാക്കിയ വിവിധ ബസ്സുകളിലേക്ക് പ്രവർത്തകരെ ബലം പ്രയോഗിച്ചുകൊണ്ട് നിലവിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി PM മാർഷോ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ നിലവിൽ ഇപ്പോഴും ഇതിനു മുന്നിൽ ഈ ഗസ്റ്റ് ഹൗസിന് മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇവരെ പോലീസിന് ഇതുവരെ നീക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ SFIയുടെ ഏതാനും പ്രവർത്തകരൊക്കെ തന്നെ പോലീസ് ബലം പ്രയോഗിച്ചുകൊണ്ട് ബസ്സിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് അരമണിക്കൂറിലധികമായി പ്രവർത്തകർ ഈ ഗസ്റ്റ് ഹൗസിന് മുന്നിൽ സമര മുദ്രാവാക്യ വിളികളുമായി ഗസ്റ്റ് ഹൗസിന് മുന്നിൽ നിലയുറപ്പിക്കുകയായിരുന്നു. പിന്നീട് ഈ ഗവർണർ അടക്കമുള്ളവർ വരുന്നതിന് മുന്നേ തന്നെ ഈ പ്രവർത്തകരെ നീക്കാൻ പോലീസ് നിർബന്ധിതമാവുകയായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് പ്രവർത്തകർ പിരിഞ്ഞു പോകാതായതോടെ പോലീസ് ഇടപെട്ടുകൊണ്ട് നിലവിൽ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നൂറുകണക്കിന് പ്രവർത്തകരാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇവരെ എല്ലാവരെയും ഇത്ര പെട്ടെന്ന് പോലീസിന് എങ്ങനെ നീക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ SFIയുടെ സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവരുണ്ട്. ഇവരെയും അറസ്റ്റ് ചെയ്ത് നീക്കുകയാണെങ്കിൽ പ്രവർത്തകർ ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. നിലവിൽ പ്രവർത്തകരൊക്കെ തന്നെ ഒരു ഭാഗത്തു നിന്നും പോലീസ് ബലം പ്രയോഗിച്ച് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. SP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തുണ്ട്. നിലവിൽ ഈ വിവിധയിടങ്ങളിൽ അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കകത്ത് വിവിധയിടങ്ങളിൽ ക്യാമ്പ് ചെയ്തിരുന്ന പോലീസൊക്കെ തന്നെ നിലവിൽ ഗസ്റ്റ് ഹൗസിന് മുൻവശത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഏതാണ്ട് 300ഓളം പോലീസുകാർ നിലവിൽ ഗസ്റ്റ് ഹൗസിന് മുൻവശത്ത് മാത്രമായി സുരക്ഷയുടെ ഭാഗമായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഈ SFIയുടെ പ്രവർത്തകരുമായി പോലീസ് പല ഭാഗത്തും ഉന്തും തള്ളും ഒപ്പം തന്നെ ബലപ്രയോഗത്തിലേക്കും നീങ്ങുന്ന കാഴ്ച, പ്രവർത്തകരെ പോലീസ് വലിച്ചിഴച്ചുകൊണ്ട് ബസ്സിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച. എന്നാൽ പ്രവർത്തകർ ഒരു തരത്തിലും പോകാൻ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രവർത്തകർ പോകാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ പോലീസ് പലയിടങ്ങളിലും ബലം പ്രയോഗിച്ചുകൊണ്ട് പ്രവർത്തകരെ നീക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലവട്ടം പോലീസ് ഈ PM മാർഷോ ഒപ്പം തന്നെ അനുശ്രീ അടക്കമുള്ളവരെ വലിച്ച് അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് നീക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ പ്രവർത്തകരൊക്കെ തന്നെ തടഞ്ഞുകൊണ്ട് ഒരു തരത്തിലും പോലീസിനെ അവരെ നീക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ ധാരാളം വനിതാ പ്രവർത്തകർ അടക്കമുള്ളവർ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പോലീസ് ഇവരെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ ഗവർണർ ഇങ്ങോട്ടേക്ക് തന്നെ വെറും
ഒരു 2 മണിക്കൂർ മാത്രമാണ് നിലവിൽ ശേഷിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് പോലീസ് പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റാൻ നിർബന്ധിതമായിരിക്കും എന്നതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. നമുക്കറിയാം ഈ ഗസ്റ്റ് ഹൗസിന്റെ ഇരു വിഭാഗങ്ങൾ ഒന്ന് മെൻസ് ഹോസ്റ്റലിന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിന്റെ ഭാഗത്തു നിന്നും 2 പ്രകടനങ്ങളുമായാണ് പ്രവർത്തകർ നിലവിൽ ഗസ്റ്റ് ഹൗസിന് മുൻവശത്തേക്ക് വന്നത്. പിന്നീട് പ്രവർത്തകർ മുദ്രാവാക്യ വിളികളുമായി ഗസ്റ്റ് ഹൗസിന് മുന്നിൽ നിലയുറപ്പിക്കുകയായിരുന്നു. അങ്ങനെ പല ഈ പ്രതിഷേധത്തിന്റെ തുടക്ക ഭാഗത്തിൽ ഒരു പ്രകോപനത്തിനോ അല്ലെങ്കിൽ തള്ളിക്കയറ്റത്തിനോ ഒന്നും തന്നെ SFI പ്രവർത്തകർ മുതിർന്നില്ല. പോലീസ് പ്രകോപിപ്പിക്കാനും ശ്രമം നടത്തിയില്ല. എന്നാൽ സംസ്ഥാന സെക്രട്ടറി ഒപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷയും ഒപ്പം തന്നെ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പ്രവർത്തകരോട് പോലീസ് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടത്. പക്ഷേ ഒരു ഘട്ടത്തിൽ പ്രവർത്തകർ അതിന് തയ്യാറായില്ല. ഇതോടുകൂടിയാണ് പോലീസിന് പ്രവർത്തകർക്ക് നേരെ ബലം പ്രയോഗിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടായിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ SFI വ്യക്തമാക്കുന്നത് ഒരു തരത്തിലും ഈ ഗവർണറെ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് കയറാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് SFI ഉള്ളത്. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റിയുടെ സെനറ്റിലേക്ക് അടക്കമുള്ള ഈ BJP RSS ആളുകളെ തിരികെ കയറ്റാനുള്ള ഈ ഗവർണറുടെ ശ്രമത്തിന് ഒരു തരത്തിലും അനുവദിക്കില്ല. അതുകൊണ്ട് ഈ ഫാസിസ്റ്റ് നിലപാടുമായി വരുന്ന ഗവർണറെ ഒരു തരത്തിലും ക്യാമ്പസിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ശക്തമായ നിലപാടാണ് SFI സ്വീകരിച്ചിരിക്കുന്നത്. അത് പലകൂടി അവർ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നതാണ്. ഏതായാലും നിലവിൽ പ്രവർത്തകരൊക്കെ തന്നെ പോലീസ് അറസ്റ്റ് നീക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പല ഭാഗങ്ങളിലും ഈ പോലീസ് പ്രവർത്തകരും തമ്മിൽ ബലപ്രയോഗവും ഒപ്പം തന്നെ കയ്യങ്ങളിലേക്കും എത്തുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. ഏതായാലും നിലവിൽ പ്രവർത്തകരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അനുജ, അതാണ് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ്. പലയിടത്തും പ്രവർത്തകർ അതിനെ ചെറുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ കയ്യാങ്കളി ഉണ്ടാകുന്നു. റോഡിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് പ്രവർത്തകരെ കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഒക്കെ അവിടെ കിടന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. അറസ്റ്റ് ചെയ്യുന്നത് ചെറുക്കാൻ PM ആഷയുടെ നേതൃത്വത്തിൽ നേതാക്കൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ ഒട്ടേറെ വനിതാ പ്രവർത്തകരുണ്ട്. ഇപ്പോൾ 500-ലേറെ പോലീസ് ക്യാമ്പസിൽ എത്തിയിട്ടുണ്ട്. അതിൽ SP ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം നടക്കുന്നത്. പ്രവർത്തകരെ മാറ്റുന്നതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു തരത്തിലും ഗവർണർ ഇപ്പോൾ കാണിക്കുന്ന ആ നടപടിക്ക് വഴങ്ങിക്കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ള ഉറച്ച ശബ്ദം അത് SFI വ്യക്തമാക്കുകയാണ്. മുദ്രാവാക്യം മുഴക്കുന്നു. ഗവർണർ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് അവർ ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ സമീർ ബിൻ കരീമും അരുൺ പാറയ്ക്കലും തത്സമയ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അരുൺ പാറയ്ക്കലിലേക്ക് കൂടി. അരുൺ, ഇപ്പോൾ സ്ഥലത്ത് വലിയ സംഘർഷാവസ്ഥയാണ്. ഈ പ്രവർത്തകരെയൊക്കെ ഗവർണർ എത്തുന്നതിന് മുൻപ് അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണോ ഇപ്പോൾ പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത് ലക്ഷ്യം? അനുജ, വലിയ സംഘർഷാവസ്ഥയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗവർണർ എത്തുന്നതിന് മുൻപ് തന്നെ ഗവർണർ 6 മണിക്കാണ് കാലിക്കറ്റിലേക്ക് എത്തുന്നത്. അതിന് മുൻപ് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തുള്ള പ്രതിഷേധിക്കുന്ന മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കുക എന്നൊരു നിർദ്ദേശം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 200ഓളം വരുന്ന SFI പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. മലപ്പുറം SP S ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ ക്യാമ്പ് ചെയ്തു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്നു. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ മുഴുവൻ SFI പ്രവർത്തകരെയും SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആഷോ, SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. പ്രവർത്തകരിൽ പലരും പ്രകോപിതരാകുന്നു എന്നുള്ളതാണ്. പോലീസിന് നേരെ പോലീസിന്റെ ലാത്തിയൊക്കെ വാങ്ങി പൊട്ടിച്ച് വലിച്ചെറിയുന്ന ഒരു സാഹചര്യം, സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ട്. എന്തായാലും പോലീസ് ബലം പ്രയോഗിച്ചുകൊണ്ട് തന്നെയാണ് മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ഒരുപക്ഷെ നേരത്തെ തന്നെ SFI സംസ്ഥാന നേതൃത്വവുമായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിച്ചിരുന്നു. അതിനുശേഷം ഇത്തരത്തിലുള്ള സമരം ഇവിടെ നേരത്തെ തന്നെ സമരം നടത്തുകയും അതിനുശേഷം ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുക എന്നൊരു നിലപാടിലേക്ക് പോലീസ് എത്തിച്ചേർന്നതുമാവാം. നേരത്തെ തന്നെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആഷയുമായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച ഈ ഗസ്റ്റ് ഹൗസിന് മുന്നിൽ തന്നെ നടത്തിയിരുന്നു. അതിനുശേഷമാണ് 2 വിഭാഗങ്ങളായി ചേർന്നുകൊണ്ട് SFIയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ 2 വിഭാഗങ്ങളായി ചേർന്നുകൊണ്ട് ഈ സമരം നടത്തിയത്. ഇപ്പോഴും ഗസ്റ്റ് ഹൗസിന് മുന്നിൽ ഈ പ്രവർത്തകർ തമ്പടിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ്. മുഴുവൻ പ്രവർത്തകരെ ഇപ്പോൾ ഒരു വശത്തുനിന്ന്, അതായത് എൻട്രൻസ് ഗേറ്റിന് മുൻവശത്തുള്ള പ്രവർത്തകരെ മുഴുവൻ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇപ്പോൾ ക്യാന്റീൻ പരിസരത്ത് നിന്ന് നേരത്തെ SFI സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയുടെ നേതൃത്വത്തിൽ വന്ന സംഘത്തെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമുള്ളത്. പെൺകുട്ടികളടക്കം വലിയ തോതിൽ പ്രകോപിതരാകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പോലീസിന് നേരെ പിടിവലിയും ഉണ്ടുന്നലുമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. എന്തായാലും മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു വലിയ പോലീസ് സന്നാഹം തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരൂർ, കൊണ്ടോട്ടി, മലപ്പുറം ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ
സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നത്. മലപ്പുറം എസ് തന്നെ നേരിട്ടെത്തി ഈ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സർവകലാശാല ഗസ്റ്റ് ഹൗസിനകത്തേക്ക്, ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിനകത്തേക്ക് കരിങ്കൊടി പ്രതിഷേധമോ മറ്റോ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും തന്നെ പോലീസ് എടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം എസ് നേതൃത്വത്തിൽ ഈ ഗസ്റ്റ് ഹൗസിനുള്ളിൽ യോഗം ചേർന്നിരുന്നു. അതിനുശേഷം ഏതെങ്കിലും വിധത്തിൽ ഇതിനകത്തേക്ക് വിദ്യാർത്ഥികൾ പ്രവേശിക്കാൻ സാഹചര്യമുള്ളതായ സ്ഥലങ്ങളെല്ലാം തന്നെ പോലീസ് കൃത്യമായ ഒരു മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. ഇത്തരത്തിൽ ഫയർഫോഴ്സും അതുപോലെ പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനും ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിരുന്നു. എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള കൃത്യമായ സുരക്ഷ ഏർപ്പെടുത്തുകയാണ് പോലീസ് ചെയ്തത്. എന്തായാലും പോലീസ് ഇപ്പോൾ രാത്രി ചാർജ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രവർത്തകർ പ്രകോപിതരാകുന്നുണ്ട്. ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എസ്.എഫ്.ഐ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ ഉൾപ്പെടെയുള്ളവരെ അല്പസമയം മുമ്പ് പോലീസ് ഇവിടെ നിന്ന് അറസ്റ്റ് നീക്കിയിട്ട്